വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സത്യത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം തിന്നു കൊടുത്തവനും പട്ടിണി കിടന്ന് മെലിഞ്ഞവനും തമ്മിലാണ്. 40-40 വർഷമായി നീണ്ട ഉപരോധത്തിൽ വളർച്ച മുരടിച്ച രാജ്യമായിരുന്നു ഇറാൻ. അതിനിടയിൽ നിന്നുകൊണ്ടാണ് അവർ അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്തത്. അതേസമയം ഇസ്രായേൽ അങ്ങനെയല്ല. പശ്ചിമേഷ്യയുടെ അധിപനാവാൻ വേണ്ടി ആദ്യം അമേരിക്ക പോറ്റുകയും പിന്നീട് അമേരിക്കയുടെ തുടരിൽ പിടിച്ച് തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് അമേരിക്കയെ കരണമറിയിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന് അതിനൂതനമായ സാങ്കേതിക വിദ്യയുണ്ട്. ഏറ്റവും ശക്തിയേറിയ ചാരശൃംഖലയുണ്ട്. ചതിപ്രയോഗം നടത്താൻ അത്രയ്ക്കുമേൽ പ്രാപ്തരായ മൊസദുണ്ട്. ഇസ്രായേലിന്റെ സഹായം സ്വീകരിക്കുന്ന ഒരു രാജ്യവും സുരക്ഷിതമാണെന്ന് കരുതേണ്ടതില്ല. ഇസ്രായേലി പൗരന്മാർക്ക് വിസ നൽകുന്ന ഒരു രാജ്യവും സുരക്ഷിതമായിരിക്കുകയില്ല. അവിടങ്ങളിലെല്ലാം തന്നെ അവരുടെ ചാരക്കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അവർക്ക് ആവശ്യമായി വരുമ്പോൾ അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമായിരിക്കും ആ രാജ്യം അറിയുക തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. നമ്മൾ കണ്ടതാണ് ലബനനിലെ ഹിസ്ബുള്ള പോരാളികളുടെ കൈകളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചത്. മറ്റൊരു രാജ്യം വിതരണം ചെയ്ത ഉപകരണത്തിൽ പോലും അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ട് ആവശ്യം വന്നപ്പോൾ അവരത് ഉപയോഗിച്ചു. അതുപോലെയാണ് ഇന്ത്യ ഇസ്രായേലിൽ നിന്നും വാങ്ങിയ ചാര സോഫ്റ്റ്വെയറിന്റെ അവസ്ഥയും. സ്മാർട്ട് ഫോണുകളിലേക്ക് ഒളിച്ചു കയറാൻ കഴിവുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പെഗസസ് സ്പൈവെയർ. വാട്സ്ആപ്പ്, സിഗ്നൽ തുടങ്ങിയ എൻക്രിപ്റ്റഡ് ആപ്പുകളിലൂടെയുള്ള ആശയവിനിമയങ്ങൾ പോലും ഇതിന് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഇസ്രായേലിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഇന്ത്യ കരുതിയിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൂന്നെടുക്കാനും ചതിയിലൂടെ ആരെയും ഇല്ലാതാക്കാനും പ്രാപ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലാണെന്ന് ആർക്കും ഒറ്റവാക്കം തന്നെ പറയാനാവും. ആ രാജ്യത്തിന്റെ ഗുണ്ടാ തലവനാണ് നെതന്യാഹു. ആ നെതന്യാഹുവിന്റെ ആജ്ഞാവർത്തിയായ മറ്റൊരു ഗുണ്ടയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അതുകൊണ്ടാണ് ട്രംപ് ഇറാനെ ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഭീഷണിപ്പെടുത്തുന്നത്. ട്രംപ് അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ തലവനാവേണ്ട വ്യക്തിയല്ല. ഒരു കൂലിത്തല്ലുകാരന്റെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ തലവനായി മാറേണ്ട വ്യക്തിയാണ്. ഒരു രാഷ്ട്ര നേതാവിന് വേണ്ട ഒരു മൂല്യവും അദ്ദേഹത്തിനില്ല. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലെ തീരെ മോശമല്ല. ആവശ്യത്തിന് തിരിച്ചു കിട്ടുന്നുണ്ട് ഇസ്രായേലിന്. ഫലസ്തീന്റെ ഭവനങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും നിലംപരിശാക്കി കിടന്നപ്പോൾ ആഹ്ലാദിച്ച ജൂതർക്ക് അതേ കാഴ്ച ഹൈഫയിലും ജെറുസലേമിലും ടെലവീവിലും എല്ലാം കാണാനായി എന്നുള്ളത് ജൂതരെ സംബന്ധിച്ച് ആനന്ദദായകമായിരിക്കും. സ്വന്തം കൺമുന്നിൽ ചിതറിത്തെറിച്ച കൂണുകൾ പോലെ സ്വന്തം വീടുകളും കെട്ടിടങ്ങളും കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമായിരിക്കും ഇന്ന് ഇസ്രായേലികൾ. ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഫലസ്തീനിലെ കുരുന്നുകൾ ആഹ്ലാദിക്കുന്നുണ്ടായിരിക്കും. അവരുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമെങ്കിലും ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞെങ്കിൽ അത് വലിയ നേട്ടം തന്നെയാണ്. ഇസ്രായേൽ ഇറാനോട് ഒറ്റക്കേറ്റുമുട്ടുകയായിരുന്നെങ്കിൽ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. അമേരിക്കയും മറ്റു ശക്തരായ രാജ്യങ്ങളുടെയും പിൻബലത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ലോകത്തിലെ സകലമാന ശാക്തിക രാജ്യങ്ങളും ഇസ്രായേലിന്റെ കൂടെയുണ്ട്. അതുതന്നെയാണ് ഇസ്രായേലിന്റെ അഹങ്കാരവും. ഇവിടെ ഇറാൻ തകരുമെന്നത് തീർച്ചയാണ്. കാരണം കൂട്ടിനുണ്ടാകുമെന്ന് കരുതിയവർ മാളത്തിലൊളിച്ച പ്രതീതിയാണ് ഇപ്പോൾ. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ 400-ലധികം സിവിലിയന്മാർ ഇറാനിൽ കൊല്ലപ്പെട്ടു. 400-ലധികം ഇറാനികളെ കൊന്ന, ഗസയിൽ 60,000-ന് മുകളിൽ ഫലസ്തീനികളെ കൊന്ന ഇസ്രായേലാണ് പറയുന്നത് ഇറാൻ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചാണ് ആക്രമിക്കുന്നത്. വേശ്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രസംഗം എന്നല്ല അതെന്ന് പറയാം. ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിച്ചപ്പോൾ മൗനം ഭജിച്ചു നിൽക്കുന്ന അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും വലിയ പാപത്തിൽ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ആണവ ബോംബ് വീണാൽ ഉണ്ടാകുന്നതിനേക്കാൾ മാരകമായിരിക്കും ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർന്നാൽ ഉണ്ടാവുക. അതിലെ ആണവ വികിരണം ആ രാജ്യത്തെ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ബാധിക്കുക, അത് അയൽപക്കത്ത് കൂടിയായിരിക്കും. ഇറാനിലെ മൊത്തം ആണവ പ്ലാന്റുകളും സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും തകർന്നു കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന ദുരന്തത്തിന് ഈ ലോകം ഉത്തരം പറയേണ്ടി വരും. ഇസ്രായേലിന്റെ ആക്രമണ ലക്ഷ്യം സൈനിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തിന്റെ വരുമാന മാർഗങ്ങളും ആതുരാലയങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും വാർത്താ മാധ്യമ ശൃംഖലകളും കൂടിയാണ്.
ഇതൊന്നും യുദ്ധനീതിക്ക് നിരക്കുന്നതല്ല. അല്ലെങ്കിലും ഗുണ്ടകളുടെ പ്രവൃത്തിയിൽ ആരാണ് നീതി നോക്കുക? അതിന് മറുപടി അതേ രൂപത്തിൽ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ തിരിച്ചാക്രമിക്കുക എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സ് ഇറാനെ ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഏതറ്റം വരെയും സഹായിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന് തെളിവാണിത്. ഇറാനുമായി നീതീകരിക്കാനാവാത്ത യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന്റെ നാവായി മാറുകയാണ് അമേരിക്ക ഇപ്പോൾ. ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ടെഹ്റാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോകുന്നു, അതുകൊണ്ട് ടെഹ്റാനിൽ നിന്നും ഇറാനികൾ ഒഴിഞ്ഞു പോകുക എന്നായിരുന്നു. ഏതു നിമിഷവും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ടെഹ്റാനിലെ ബങ്കറുകൾ തകർക്കുകയും ഖുമൈനിയും പെഷസ്കിയാനും അടക്കം ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തേക്കാം. ഇറാന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഇറാൻ ചെയ്യുന്നുണ്ട്. അവസാനം വല്ല ആണവായുധത്തിന്റെയും നാമ്പെങ്കിലും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതുപയോഗിച്ച് ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ്. ആ ഘട്ടത്തിലേക്കാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും കൊണ്ടെത്തിക്കുന്നത്. ഇസ്രായേലിന്റെ മണ്ണിൽ 21 മരണം മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് ഇസ്രായേലികൾക്ക് ആത്മവിശ്വാസം പകരാൻ വാർത്ത പുറത്തുവിടുമ്പോൾ 100-ന് മുകളിൽ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിനകത്ത് കനത്ത നാശം തന്നെ ഇറാന് വിതക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്.